അത് തന്നെയാണ് പറഞ്ഞത്. ഈ നമ്മളെ മുമ്പ് ഒരു മീറ്റു പരിപാടി ഉണ്ടായിരുന്നു. അറിയാമല്ലോ, കുറേ ചില പെമ്പിള്ളേർ വന്നിട്ട് മീറ്റു അപ്പോൾ പുതിയ കുറേ പേര് ഇറങ്ങി വന്നു മീറ്റു. ഇവരാളിൻ്റെ പേരുകൾ പറയണ്ടേ, വേണ്ടേ? അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെളിവ് കാണിച്ചാൽ മതി. തെളിവുകൾ പറയാം ആരാണ് ശരി എന്താണ്. കാരണം രജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്കറിയാം, എനിക്ക് അഭിമാനമുണ്ട്. ഈ ലോക മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേർക്ക് എൻ്റെ വാക്കുകളെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് ഷോ തകരാനോ അത് തകർക്കാനോ അതിനെ തടയാനോ ഞാൻ സമ്മതിക്കത്തില്ല. ഷോ പൊക്കോണ്ട് തന്നെ ഇരിക്കണം. ഷോ ഗംഭീരമാണ്. ഷോ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അല്ലേ? ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കണ്ടസ്റ്റൻസ് ഇവർ ഈ ഷോയിൽ കയറിയതിന് ശേഷം എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ യേശുദേവൻ പറഞ്ഞ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശം എന്ന് പറഞ്ഞത് പുറമേ ഭയങ്കര സൗന്ദര്യം കാണിക്കുകയും അകം കൊണ്ട് വിഷവും മാലിന്യവും നിറഞ്ഞതുമായിട്ടുള്ള അപ്പോൾ വ്യക്തികളെ പിടിക്കാനുള്ള ഒരുപാട് സംഗതിയുള്ള ചേട്ടാ നമസ്കാരം, ഒരുപാട് സംഭവമുള്ളതാണ് ബിഗ് ബോസ് ഷോ. അതൊരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ ഈ സീസണിൽ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയത് ഒരു 3-4 കണ്ടസ്റ്റൻസ് വെളിയിൽ നിന്നേ പ്ലാനും പദ്ധതികളും ഒക്കെ, ആളുടെ പേരൊന്നും പറയണ്ടല്ലോ, എല്ലാം പദ്ധതികളും പ്ലാനും ഒക്കെ മെനഞ്ഞ് അവിടെ ചെന്നിട്ടുള്ള സംഭവമാണ്. ആ കഴിഞ്ഞ ദിവസം തന്നെ ആ ജിൻഡോ ബ്രോയെ എടുത്ത് എന്തുമാത്രം പീഡിപ്പിക്കുന്നു. അവൻ തൊട്ടാ കുറ്റം, അത് കുറ്റം, ഇത് കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കണ്ടസ്റ്റൻസ് കുറേ ഉണ്ട്, കുറേ നല്ല കണ്ടസ്റ്റൻസ്. പക്ഷെ അവർക്ക് പോലും ഒന്ന് നേരെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഷോയുടെ നിലവാരം കുറയുന്നതും കൂടുന്നതും ഷോയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതോ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരെ കൊണ്ടല്ല, മറിച്ച് അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഷോ പൊളിയുന്നതും അല്ലെങ്കിൽ ഷോ വിജയിക്കുന്നതും. ശരിയല്ലേ? അപ്പോൾ ഇനിയെങ്കിലും എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള, പക്ഷേ ഇതെല്ലാം വേണം, സമൂഹത്തിൻ്റെ പ്രതിഫലനം വേണ്ടേ? അപ്പോൾ എൻ്റെ മോൾ ഷൈനോ ഏഷ്യാനെറ്റോ ഇതിനെന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നോക്കാം. അതല്ല അഖിൽ ബ്രോ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് വേഷം തരുമെന്ന് കഴിഞ്ഞ സീസണിൽ ചെന്നപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 5-ാം സീസണിൽ. അതുകൊണ്ട് അഖിൽ ബ്രോക്ക് എതിരെ ഞാൻ പറയില്ല. അഖിൽ ബ്രോ പറഞ്ഞ കാര്യത്തിന് തെളിവുകൾ നിരത്തട്ടെ, അല്ലേ? അപ്പോൾ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും സൈഡിലുമല്ല, രണ്ടുപേരുടെയും സൈഡിലുമാണ്. കാരണം തെളിവ് വരാതെ എന്നെപ്പോലെ ഒരാൾ വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വില നിങ്ങൾ തന്നെ ഇല്ലാതാക്കും. ശരിയല്ലേ? ഐ ലവ് യു. നടികൾ കണ്ടോട്ടെ. സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ ജീൻ ലാൽ എന്ന് പറയുന്ന സാറ്, ലാൽ സാറിൻ്റെ മോൻ ലാൽ ജൂനിയർ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കസിൻ, ഇവരൊക്കെ ബിഗ് ബോസിൻ്റെ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് വിളിക്കുകയായിരുന്നു. നല്ലൊരു ചെറിയൊരു വേഷമാണ്, പക്ഷേ നല്ല കോമ്പിനേഷൻ കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത്. കുറച്ച് സംഗതികളൊക്കെ പോയി, പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കിതിന് നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടി കേട്ടോ. സാധാരണ എനിക്ക് പുറത്ത് കിട്ടാറ് നടികരുടെ എക്സ്പീരിയൻസ്. അതെ, അത് ഞാൻ പറഞ്ഞേ, ടൊവിനോ ടൊവിനോ ബ്രോയോടൊപ്പമുള്ള സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട്ലി, ഒരു ഹോംലി ആയിരുന്നു. അദ്ദേഹം ഭയങ്കര ചേർത്ത് നിർത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു. വെച്ചാൽ നമുക്ക് ഒരു ഇൻഹിബിഷനില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. കാരണം എനിക്കൊക്കെ ചെറിയ എമൗണ്ടൊക്കെയാണ് കിട്ടുന്നത്, ഇതില്ലെങ്കിൽ നല്ല എമൗണ്ടും കിട്ടി. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിനകത്തുള്ള 4 പോയിൻറ്റ് ഷെറാട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു 5 ദിവസം താമസിപ്പിച്ചിരുന്നത്. ആകെ ഒരു വിഷമം തോന്നിയത് ഇതിൽ DOP ക്യാമറമാൻ അദ്ദേഹത്തിൻ്റെ ഫാദർ ഷൂട്ടിൻ്റെ ഇടയിൽ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിപ്പോയി. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഉഗ്രൻ സെറ്റായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റും ഗംഭീരമായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളായാലും ശരി, എല്ലാവരും ബാലു, എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. അയാൾ എൻജോയ് ചെയ്ത് വളരെ റിലാക്സ് ചെയ്തിട്ട് എടുത്താണ്. പ്രൊഡക്ഷൻ ടീം സൂപ്പർ. ആ ലെവലിൽ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച ഒരു സെറ്റായിരുന്നു നടികറിൻ്റെ സെറ്റ്. അതിന് ലാൽ ജൂനിയർ സാറിനോടും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് എന്നെ റെക്കമെൻഡ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പെങ്ങളോടും അതുപോലെ ടൊവിനോ ബ്രോയോടും എല്ലാവരോടും നന്ദി. തീർച്ചയായിട്ടും ഒരു എൻ്റർടൈനറാണ് ഈ ഫിലിം. ഒരു 2.5 മണിക്കൂർ എങ്ങനെ പോകുമെന്ന് അറിയില്ല. ആ ലെവലിൽ എല്ലാം, അല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ഇത് വെറും വാക്കല്ല, നല്ല സൂപ്പർ പടം. കാണാൻ മറക്കരുത്, എല്ലാവരും കാണണം. പിന്നെ എൻ്റെ വേഷം അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. നിങ്ങളിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് ഞങ്ങളെപ്പോലെയുള്ള ന്യൂ കമേഴ്സ്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഞാനിതിൽ എൻ്റെ ജോലിയും കളഞ്ഞ് ശമ്പളവും കളഞ്ഞ് ഏകദേശം 1.25 കോടിയും കളഞ്ഞ് ഞാൻ ചാടി ഇറങ്ങിയത് ഇതിലെന്തെങ്കിലുമൊക്കെ ആയാൽ നമ്മുടെ രജനികാന്ത് സാറിനെ പോലെ നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ല ഫിലിം ഫീൽഡിൽ. അപ്പോൾ നമുക്ക് 10, 60, 70, 80 വയസ്സ് വരെ വേണമെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ ചെയ്യാനും അത്രത്തോളം നമുക്ക് സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഒരുപാട് പേരെ ചാരിറ്റിയോടെ സഹായിക്കാനും കഴിയും. ചാരിറ്റി ബേസ് ചെയ്യുന്നത് തന്നെയാണ് വന്നാൽ ഞാൻ എല്ലാത്തിലും അത് പറയും. കാരണം അതൊരു അഭിമാനം ഉള്ളൊരു സംഭവമാണ്. അത് എന്നെ ഒത്തിരി സഹായിച്ചതാണ് ലാൽ.